മറ്റ് ബഹുമാനരായ ജനപ്രതിനിധികൾ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പരേഡ് സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ, നമ്മുടെ രാജ്യം വളരെയധികം ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനം കൂടി ആഘോഷിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരസേനമായ സുദൃഢമായ ഒരു ഭരണഘടന അനുഭവിക്കുന്നവരാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന മതേതരത്വമാണ്. നമ്മുടെ ഇന്ത്യയിൽ ആ വൈവിധ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിക്കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമായി വളർത്തിയെടുത്തു. നമ്മൾ അഭിമാനിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റുമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന പല രാജ്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി ഭരണകർത്താക്കളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി അത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ രാജ്യം എത്ര അഖണ്ഡതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ രാജ്യത്തിൻ്റെ ജുഡീഷ്യറി ആണെങ്കിലും നമ്മുടെ എക്സിക്യൂട്ടീവ് ആണെങ്കിലും എത്ര സുതാര്യമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുവെന്ന് നമ്മൾ അഭിമാനിക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ മറ്റു രാജ്യങ്ങളെക്കാൾ നമ്മൾ പുറകോട്ടാണ് എന്ന് ചിന്തിക്കാറുണ്ട്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം നമ്മൾ ഒരുപാട് മുന്നേറി. അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയ നമ്മൾ, 200 വർഷത്തിലധികം ഉണ്ടായിരുന്ന അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയ നമ്മൾ ഒരുപടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഇനിയും ബഹുദൂരം നമുക്ക് മുന്നോട്ട് പോകുവാൻ. ആ യാത്രയിൽ നമ്മൾ ഏറ്റവും മുന്നോട്ട് ഉയർത്തിപ്പിടിക്കേണ്ടത് ആദിവാസികളടക്കമുള്ള ദളിത് വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കേണ്ടിയിരിക്കുകയാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ചുമതലയായി നമ്മൾ ഏറ്റെടുക്കണം. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവരെയെല്ലാം സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ജവഹർലാൽ നെഹ്റു അടക്കമുള്ള മഹാന്മാർ ചിന്തിച്ച ഒരു സോഷ്യലിസമുണ്ട്. വലിപ്പച്ചെറുപ്പമില്ലാതെ, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ ഒരുമിച്ച് ഭാരതീയർ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നോക്കുന്നത്. ഇനിയും നമ്മൾ വൈകിക്കാൻ പാടില്ല. നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോകണം. അത് പിന്നാക്കം നിൽക്കുന്നവരെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്, സംശയമില്ല. അതിൻ്റെ കാരണം നമ്മുടെ അഖണ്ഡതയാണ്. നമ്മുടെ അഖണ്ഡതയെ നിലനിർത്തുന്ന പ്രധാന മൂല്യം എന്ന് പറയുന്ന ഭരണഘടനയുടെ അടിത്തറയായി നമുക്കറിയാവുന്ന, ജീവിക്കാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അവകാശം നൽകുന്ന മനോഹരമായ ഒരു ഭരണഘടന. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മഹാനായ B.R. അംബേദ്കറും സർദാർ വല്ലഭായി പട്ടേലും എല്ലാം ചേർന്നുകൊണ്ട് ഇന്ന് കാണുന്ന ഭാരതത്തെ, ഇന്ന് കാണുന്ന മനോഹരമായ ഇന്ത്യ എന്ന രാജ്യത്തെ ഒത്തുചേർന്ന് കൊണ്ടുവന്ന ഒരു ദിനമാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം. നമ്മുടെ ആ ഒരു ഭാഗ്യം, അവർ നമുക്ക് നൽകിയ ആ ഭാഗ്യം, അത് നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് ഓരോ പൗരൻ്റെയും ചുമതലയാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കുകയും ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യും. മതേതരത്വ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നവരാകണം. അയൽ സംസ്ഥാനങ്ങളുമായി പരസ്പരം സ്നേഹം, ബന്ധം വെച്ച് പുലർത്തുക. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന ചിന്തയോടുകൂടി നമ്മൾ ഒന്നിച്ചു നിൽക്കുകയും മറ്റു തരത്തിലുള്ള ചിന്തകളിൽ നമ്മൾ വിട്ടുനിന്ന് നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യം ഒന്നാണ്. അവിടെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങൾ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരെല്ലാം സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണ് എന്ന ചിന്തയോടെ നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ രാജ്യം ഇപ്പോഴും വൈദേശികമായ ചില തീവ്രവാദങ്ങൾ, ഇന്ത്യക്കകത്തും തീവ്രവാദ പ്രവർത്തനങ്ങളെ, സൈന്യമാണെങ്കിലും ശരി, നമ്മുടെ പോലീസ് സേനകളാണെങ്കിലും ശരി, അവർ വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. തീവ്രവാദികൾ ഭാരതത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നേരിടാൻ നമ്മളൊറ്റ മനസ്സോടെ നിൽക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല കൂടിയാണ് നമ്മുടെ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വൈര ജീവിതത്തെ അസ്ഥിരപ്പെടുത്തുന്ന യാതൊരു കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകുകയില്ല എന്ന പ്രതിജ്ഞയോടെ നമ്മൾ മുന്നോട്ട് പോകണം. അത്തരം കാര്യങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ജാതിയും മതവും അക്രമവും തീവ്രവാദമുള്ള രാജ്യങ്ങൾ എന്നും യുദ്ധത്തിൻ്റെ നിഴലിൽ ജീവിക്കുന്ന രാജ്യങ്ങൾ എന്നും ദാരിദ്ര്യത്തിലേക്കാണ് മനുഷ്യനെ കൂടുതൽ തരുന്നത്. ലോകം മുഴുവൻ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഭാരതം അതിനെല്ലാം വിട്ടുനിന്ന് സമാധാനത്തിൻ്റെ ഒരു സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു രാജ്യമായി ലോകം മുന്നോട്ട് പോകണം. യുദ്ധം എന്നും ദാരിദ്ര്യത്തിൻ്റെയും, പ്രത്യേകിച്ച് ഒരു യുദ്ധം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തീവ്രവാദത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സമൂഹം തന്ന കുഞ്ഞുങ്ങളാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ലോകത്ത് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളണം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്നേഹ സന്ദേശങ്ങൾ
നമ്മുടെ രാജ്യം നൽകുന്ന സ്നേഹ സന്ദേശം ലോകത്തിനെന്നും സമാധാനത്തിൻ്റെയും നന്മയുടെയും ഒരു വഴി തെളിച്ചു കൊടുക്കാൻ കഴിയട്ടെ. അതാണ് നമ്മുടെ നേതാക്കന്മാർ നമ്മളിൽ നിന്ന് സ്വപ്നം കണ്ടത്, നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചു. നമ്മളെ നയിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രക്തസാക്ഷികളുടെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഒരു ഭാരതീയൻ എന്ന നിലയിൽ അഭിമാനത്തോടെ ഒരുമിച്ച് തോളോട് ചോർന്ന് ചേർത്ത് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കും. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതായി ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. ഉമേഷ് KR സബ് ഇൻസ്പെക്ടർ പോലീസ്, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന ലോക്കൽ പോലീസ്. എക്സൈസ് ഇൻസ്പെക്ടർ നയിക്കുന്ന എക്സൈസ് നീലേശ്വരം. സബ് ഇൻസ്പെക്ടർ പോലീസ് വനിതാ പോലീസ് സ്റ്റേഷൻ കാസർഗോഡ് നയിക്കുന്ന വിമൻ പോലീസ്.
ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds,
Kerala and Karnataka, the glow of purity.